എല്ലാ ഞായറാഴ്ചകളിലും 6:30 മുതൽ 7:30 വരെ കാണാൻ മറക്കരുത്. വിളിക്കാൻ. നമസ്കാരമുണ്ട്. കോഫി ഹൗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു ഹോട്ടൽ തുടങ്ങാൻ കൊടുത്തിരിക്കുകയാണ്. ഇത് നമ്മുടെ പണിക്കാരനാണ്. എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു കോൾ പറഞ്ഞിട്ടുണ്ട്. എന്നാ കോൾ എടുത്ത് കളയാം. ഹലോ ഹലോ. നമസ്കാരം. കോഫി ഹൗസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കാൻ കൊടുക്കുന്നത്? എന്റെ പേര് അനൂപ് ഡിസൂസ. അനൂപ് ഡിസൂസ. എവിടെ നിന്നാണ് വിളിക്കാൻ കൊടുക്കുന്നത്? പറയൂ. ഏലൂർന്നാണ്. നമ്മളുടെ ഹോട്ടൽ കണ്ടായിരുന്നോ? ഹോട്ടലുണ്ടായിരുന്നു. നമ്മൾ പുതിയതായിട്ടൊരു ഹോട്ടൽ തുടങ്ങാൻ കൊടുത്തതാണ്. ഇത് നമ്മളുടെ പണിക്കാരനാണ്. ഇവിടെ ശബ്ദം കുറച്ചപ്പോൾ മൊബൈൽ കട്ടായി. എന്താണ് മുതലാളി? താങ്കളുടെ പേരെന്താന്ന് പറഞ്ഞു? സുനിൽ ഷെട്ടി. മലയാളത്തെ പേര് പറയാൻ കൊടുക്കും. ഹലോ. ഹലോ, നമസ്കാരം. നമസ്കാരമുണ്ട്. ടിവിയുടെ ശബ്ദം കുറക്കാൻ കൊടുക്കുമോ? ഹലോ. പറഞ്ഞോളൂ. നമസ്കാരമുണ്ട്. നമസ്കാരമുണ്ട്. നമ്മൾ ഹോട്ടൽ തുടങ്ങാൻ കൊടുത്തു. കണ്ടില്ലേ? കണ്ടു. കൃഷ്ണവിലാസം ടീ സ്റ്റാൾ. എന്തൊക്കെയുണ്ട് അവിടെ? ഇവിടെ എന്തൊക്കെയാണെന്ന് പണിക്കാരാ പറഞ്ഞു കൊടുക്കണോ എന്തൊക്കെയുണ്ടെന്ന്? നല്ല പണിയായി. എന്താണ് സെറ്റ്? എവിടെ നിന്നാണ് വിളിക്കണത്? വത്സല. ഞങ്ങൾ അവിടെ വന്നിട്ടുണ്ട് ചില സമയത്തൊക്കെ. അതെ. ഞങ്ങൾ അവിടെ ചില സമയത്തൊക്കെ വന്നിട്ടുണ്ട്. മുതലാളിയായിട്ട് വന്നിട്ടുണ്ട്. എന്തിനാണാവോ? അവിടെ സ്ഥലം നോക്കാൻ വന്നതാണ്. സ്ഥലം നോക്കാൻ വന്നൊന്നുമല്ല. നല്ല ആഹാരം കഴിക്കണമെങ്കിൽ ആ പരിസരത്തെ ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിക്കാലോ. ഇങ്ങനെ പറയാൻ കൊടുക്കണോ? ഇവിടെ നല്ല ഹോട്ടലൊക്കെ ഉണ്ട്. മസാല ദോശ, പൂരി മസാല. പോരട്ടെ, ഇനിയും പോരട്ടെ. എല്ലാ സാധനങ്ങളും ഉണ്ട്. പുട്ടുണ്ടോ? പുട്ടുണ്ട്, കടലുണ്ട്. നല്ല തള്ള കേട്ടപ്പോ മനസ്സിലായി പുട്ടുണ്ടെന്ന്. പപ്പടം ഉണ്ട്. പപ്പടം പൊടിക്കുമ്പോൾ ശബ്ദം കേൾക്കുമോ? നിങ്ങൾക്ക് ഹോട്ടൽ നടത്തി പറഞ്ഞു നല്ല സൗണ്ട് കേൾക്കും. ഡീറ്റെയിൽ സൗണ്ട് ആണോ ഡോൾബി സ്റ്റീരിയോ ആണോ ശബ്ദം? അങ്ങനെയല്ല. എനിക്ക് ഡൗട്ട് തോന്നുന്നത് റസൂൽ പൂക്കുറ്റിയുടെ പപ്പടം മാർക്കും പൊട്ടിക്കുമ്പോൾ നല്ല സൗണ്ട് എഫക്ട് ഉണ്ടെങ്കിൽ. നല്ല തമാശയാണല്ലോ താങ്കൾ. രാവിലെ അല്ലേ? അതെ. പുട്ട് വെച്ചിട്ടും കടലക്കറി അതിനകത്ത് ഒഴിച്ച് പപ്പടം രണ്ടെണ്ണം വെച്ച് കൈ കൊണ്ട് ഇങ്ങനെ നന്നായി അമർത്തുമ്പോ നല്ല സൗണ്ട് കിട്ടും. വായിനകത്തേക്ക് ഉരുട്ടി തിന്നുകയും ചെയ്യാം. അയ്യോ, 2 ദിവസമായി കഴിക്കാൻ കൊടുത്തിട്ട് ഇങ്ങൊന്നും പറയാൻ കൊടുക്കല്ലേ. എന്നാ ഇങ്ങോട്ട് വാ. ഞങ്ങളുടെ ചോറ്റാനിക്കരയിൽ ഇഷ്ടം പോലെ കടകളുണ്ട്. ഈ മുതലാളി വിടണ്ടേ? മുതലാളി വിടില്ല. ഇവിടെ ഒരുപാട് ജോലികളുണ്ട്. ആവശ്യത്തിന് ശമ്പളവുമില്ല. ശമ്പളം സഹായിക്കാൻ വരട്ടെ? എന്താണ്? ചായ കുടിക്കാൻ വരട്ടെന്നോ? അല്ല, കാഷ്യറായിട്ട് നമ്മളുണ്ടല്ലോ. ഇവിടെ എല്ലാം ചെയ്യാൻ നമ്മൾ ഒറ്റയ്ക്ക് മതി. ഒരു ദിവസം പോണത് 2 ചായ 2 പപ്പടം. ഞാനും മുതലാളിയും കഴിക്കണത് എന്തിനാണ് ഇവിടെ കടക്ക് മുതലാളി പറഞ്ഞത്? ഞങ്ങൾ 2 പപ്പടം 2 ചായ കുടിച്ചു ഒരു ദിവസത്തെ കാര്യം കഴിക്കണം. ചെലവില്ല. വേറെ ഒന്നും ഉണ്ടാക്കാറില്ലേ? വേറെ ഉണ്ടാക്കാൻ വല്ലതും വേണ്ടേ? മാവില്ല ദോശയില്ല പിടലില്ല പൂരില്ല ഒന്നുമില്ല. നമ്മൾക്ക് കഴിക്കാനുള്ള സാധനം നമ്മൾ ഉണ്ടാക്കും, നമ്മൾ കഴിക്കും. അതെ, അതാണ് നമ്മൾ. അല്ല, നിങ്ങളെ പോലെ പപ്പടക്കട ആക്കിയിട്ട് പറയും. ഞാൻ മുതലാളിത്ത് പല പ്രാവശ്യമായി പറഞ്ഞു കൃഷ്ണവിലാസം ടീ സ്റ്റാളിന്ന് മാറ്റി പപ്പട വിലാസം എന്നാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതാകുമ്പോ കുഴപ്പമില്ലല്ലോ. ചേച്ചിന് കുറച്ച് ചുമ്പൻ തള്ളിയാലും മതിയല്ലോ. അടുത്ത ആഴ്ച ബോർഡ് വരും കേട്ടോ. അവിടെ ബിസിനസ് എങ്ങനെയുണ്ട്? മഴയൊക്കെ ഉണ്ടോ? മഴ ഇപ്പൊ ഇന്ന് 2 ദിവസമായിട്ട് കുറവാ. അത് ചേച്ചിയുടെ പുട്ട് നിന്നുള്ള തള്ളു കെട്ടപ്പോൾ മനസ്സിലായി. 2 ദിവസമായിട്ട് മഴ കുറവാണെന്ന്. ഇവിടെ ഞാൻ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിലായിരുന്നു പണ്ട്. നിങ്ങൾ രണ്ടുപേരും നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പറയാതിരിക്കാൻ പറ്റുമോ? നിങ്ങളൊക്കെ അല്ലേ നമ്മുടെ ശക്തി എന്ന് പറയുന്നത്. ലൈസൻസ് എടുക്കാൻ പോയതാണ്. അപ്പോൾ അവര് പറയുന്നത് മുനിസിപ്പാലിറ്റിക്ക് ലൈസൻസ് ഇല്ലെന്ന്. ആണോ? എങ്കിൽ പിന്നെ മുതലാളി അടുത്ത ആഴ്ച ഞങ്ങൾ എന്തായാലും പറഞ്ഞു ഞങ്ങൾക്കുള്ള സാമാനങ്ങളെല്ലാം ശരിയാക്കി വെക്കുമോ? സാമാന്യ സാമഗ്രികളെല്ലാം ശരിയാക്കി വെക്കണം. രക്ഷപ്പെട്ടു. നല്ല ആഹാരം കഴിക്കാനുള്ള ഹോട്ടൽ അടുത്തുണ്ടാവണമെങ്കിൽ നല്ലതാണ്. ഞങ്ങൾക്ക് ഹോട്ടൽ ഉണ്ടെങ്കിലും നല്ല ആഹാരം പുറത്തു പോയി കഴിക്കാറുള്ളൂ. അവിടുത്തെ ഹോട്ടലിൽ നമുക്ക് എന്തെങ്കിലും ജോലി കൊടുക്കുമോ? മുതലാളി കിട്ടിയാൽ നല്ലായിരുന്നു. ക്യാഷിലൊക്കെ അപ്പൊ പിന്നെ ഈ ഹോട്ടലിൽ ഞാൻ തന്നെ നടത്തേണ്ടി വരുമല്ലോ മുതലാളി. എന്നാലും ഒരു കാര്യം ചെയ്യും, ഈ സെറ്റ് ലൈസൻസ് ബാങ്ക് ചേരും. ഒരു ചോദ്യം ചോദിച്ചാലോ? ഒരു ചോദ്യം കൊടുത്താലും പറയാൻ പറ്റുമോ? കൊടുക്കുന്നേ. ചോദ്യം ഇതാണ്: ലോക ഭക്ഷ്യ ദിനം എന്നാണ്? നല്ല രസമുള്ള സുഖം. ഒക്ടോബറിലാണ് നമ്മൾ ക്ലൂ തന്നു. ഒക്ടോബർ 1 മുതലാളി. ഒക്ടോബർ 1 അത് ഒക്ടോബറിലാ. കറക്റ്റാണ്. ഉത്തരം കറക്റ്റാണ്. ഒക്ടോബറിൽ മെയ് 5 കറക്റ്റ് ഉത്തരം. എവിടെ നിന്നാണ്? ചോട്ടാനക്കരയിൽ തന്നെയാണ്.
ഒക്ടോബറിലാ. ആ ഒക്ടോബറിലാണ് ഇത്, ആ ഒരു ദിവസമാണ്. ഒക്ടോബറിലൊന്നും അല്ല. ഒക്ടോബറിലാണ് നമ്മൾ ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. PSC എഴുതണ അന്തനാണ് അന്തകൻ. ലോക ഭക്ഷ്യദിനമാണ്. ഭക്ഷ്യദിനം ഒക്ടോബറല്ല. ഒക്ടോബറാണ്. അത് നിങ്ങൾ പറയണതല്ലേ ഒക്ടോബർ ആണെന്ന്. മുതലാളി നമ്മളെ ബട്ട് കളിപ്പിക്കുന്നതാണ്. ഉത്തരം പറഞ്ഞു കൊടുക്കാൻ നോക്ക്. എങ്കിൽ നമ്മൾ പറഞ്ഞു തരാം. ഒക്ടോബർ 16-ാം തീയതിയാണ് ലോക ഭക്ഷ്യദിനം. ഒക്ടോബർ 16-ാം തീയതി. മുതലാളിയുടെ ജന്മദിനവും അന്നാണ്, ഒക്ടോബർ 18. അപ്പൊ മുതലാളിനെ തിന്നേണ്ടി വരുമല്ലോ അങ്ങനെയാണെങ്കിൽ. മുതലാളത്തിന് എന്ത് കിട്ടാനാണ്? ദിനമാണ്, നമ്മളെ തിന്നാനല്ല. ലോക ഭക്ഷ്യദിനല്ലേ? നമ്മൾ ചോദിച്ചതിന് നിങ്ങൾക്ക് ഉത്തരം അറിയില്ലല്ലോ. ഒന്നുമില്ല, കട്ടൻ ചായ പപ്പടമാണെന്നല്ലേ പറയണത്. ആ പപ്പടവും കട്ടൻ ചായയും. പപ്പടം എന്തായാലും ചേച്ചി കറക്റ്റ് ഉത്തരം പറഞ്ഞു. ഇല്ല പറഞ്ഞില്ല. പറഞ്ഞില്ല. ആ അത് മനസ്സിലായി. പറയാത്ത കൊണ്ട് അടുത്ത ആഴ്ച വിളിക്കേണ്ടി വരും. എന്താണ് ഈ കഴുത്തയിലിട്ടേക്കുന്നത്? എന്താ രുദ്രാക്ഷമാണോ? കഴുത്തലിട്ടേക്കണ നമ്മുടെ മാലയാണ്. പുള്ളിക്ക് എണ്ണാൻ അറിയാൻ പാടില്ല. ഇതിലൊരു 12 മുത്തുണ്ട്. 12 വരെ എണ്ണ അറിയാവൂ. അതുകൊണ്ടാണ് ഇത് നമുക്ക് ഋഷികേശിൽ വെച്ചൊരു സന്യാസി തരാൻ. ഋഷികേശിൽ എണ്ണ തള്ളാണ് മുതലാളി തള്ളുന്നത്. നമുക്കൊരു സന്യാസി കൊടുത്തതാണ്. പേടിയായതുകൊണ്ട് ഇട്ടേക്കണതായിരിക്കും. കാരണം എന്തൊരു ബുദ്ധിയുള്ള ചേച്ചി. അപ്പൊ എന്താളും വിളിക്കാൻ കൊടുത്തതിൽ സന്തോഷമുണ്ട്. നമ്മൾ അടുത്ത ആഴ്ച വിളിക്കാൻ കൊടുക്കണോ? അടുത്ത ആഴ്ച നിങ്ങൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും വിളിക്കാൻ കൊടുക്കും. നിങ്ങളുടെ കോളുകൾ കിട്ടുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷം. കടയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി അടുത്ത ആഴ്ച പുതിയ കട തുടങ്ങാൻ പോയി എന്ന് പറഞ്ഞോണ്ട് പറയരുത്. കൊടുക്കുന്നതാണ്. നിങ്ങൾ കോൾ വിളിക്കുമെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ട് അടുത്ത ഞായറാഴ്ച ഉണ്ടാകും. താങ്ക് യു. വിളിച്ചതിൽ സന്തോഷം. കാശ് 3 വാങ്ങിച്ചു കൊടുക്കും. 2 മലയാളി തിന്നും. നമ്മൾ കഴിക്കും 2. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ അരിമാവിക്കൊണ്ട് ഇങ്ങനെ മാവാട്ടിക്കൊണ്ടിരുന്നപ്പോൾ വിരൽ മുറിഞ്ഞു. ആശുപത്രിയിൽ പോയി ഇഞ്ചക്ഷൻ കുത്താൻ കൊടുത്തു. നമ്മുടെ ക്യാമറമാനും ഇഞ്ചക്ഷൻ കുത്താൻ കൊടുത്തേക്കും. അപ്പൊ ഒരു പാട്ട് പാടാൻ കൊടുത്താലോ? എന്തായാലും ഹോട്ടലിന്റെ ഉദ്ഘാടനമല്ലേ, ഒരു പാട്ട് പാടി. ഒരു ഹോട്ടൽ പാട്ടായിക്കോട്ടെ. പാടാൻ കൊടുക്കും. എന്നിട്ട് മുതലാളി ബെല്ലം കൊടുക്കുവോ? വെറുതെ പാടാൻ കൊടുക്കുന്നു മാത്രം പറയും. പാടാൻ കൊടുക്കൂ. കണ്ണാന്തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ? കണ്ണാന്തുമ്പി പോ
അവിയലല്ല, നമ്മൾ പറയാൻ കൊടുക്കട്ടെ. മുതലാളി പറയാൻ കൊടുക്കും കേട്ടോ. നമ്മൾ പറഞ്ഞു തരട്ടെ. കൊച്ചുകുട്ടിയല്ലോ, ഒരു ചാൻസ് കൊടുക്ക. ആ എന്താണ് കേട്ടില്ല? ആ ക്യാബേജ് ഉത്തരം കറക്റ്റ് ആണ്. നല്ല രസമുള്ള കുട്ടി, നന്നായി ഉത്തരം പറഞ്ഞു. ഉത്തരം കറക്റ്റായി പറയാൻ കൊടുത്തു. സട്ടകം നിർത്തണം കൊടുക്കും. അയ്യോ സട്ടകം. ആ കൊടുക്കോ. ചേച്ചിക്ക് കൊടുക്കൂ. ടിവിയുടെ ശബ്ദം ഒന്ന് കുറച്ച്. ടിവിയുടെ ശബ്ദം ചെറുതായിട്ട് കുറക്കണം. ഈ മുതലാളിക്ക് സെബിക്കുള്ള. ആ ചേച്ചി ടിവിയുടെ ശബ്ദം ഒന്ന് കുറയ്ക്കാൻ കൊടുക്കും. ആ ഹലോ പറഞ്ഞോളൂ ചേച്ചി. ആ പറഞ്ഞോളൂ, നമ്മൾ കേൾക്കാൻ കൊടുക്കുന്നുണ്ട്. പറഞ്ഞോളൂ, എന്താണ് വിശേഷങ്ങൾ? വിശേഷമായിട്ട് ഇപ്പൊ ഒന്നുമില്ല. സ്കൂളൊക്കെ ക്ലാസ് ഒക്കെ തുടങ്ങി, അപ്പൊ അതിന്റെയൊക്കെ ഇതൊരു ഇതാണ്. അതിന്റെയൊക്കെ ഒരു സങ്കടം ഉണ്ടല്ലേ മനസ്സിൽ? ശബ്ദത്തിലുണ്ടല്ലോ സങ്കടം. ഓൺലൈൻ ക്ലാസ് ആണല്ലേ? സങ്കടമായിട്ടൊന്നല്ല, സ്കൂളിലേക്കൊരു അസൈൻമെന്റ് ഉണ്ടായിരുന്നു, അതിന്റെ മുമ്പിലായിരുന്നു. എന്ത് അസൈൻമെന്റ് ആണ്? എന്ത് അസൈൻമെന്റ് ആണ്? എന്നെ കൊണ്ട് സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കാം. ഏത് അസൈൻമെന്റ് ആണെന്ന് പറയാം. അസൈൻമെന്റ് പേര് പറയാൻ കൊടുക്കൂ. ഏത് സബ്ജക്റ്റ് ആണ്? ആ ഇംഗ്ലീഷ്. അത് ഏത് വിഷയമാണോ? ചാപ്റ്റർ ഒന്ന് പറയാമോ? ഞാനും ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട്. 2ാം ക്ലാസ് വരെ പഠിച്ച ആൾക്കാണ്. ഏതാണ് ഇംഗ്ലീഷ്? വായനാദിനം. ഓ മൈ ഗോഡ്, എനിക്കറിയാമായിരുന്നു. താങ്കൾക്ക് അറിയാമെന്ന് നമുക്കും അറിയാം. ഞാൻ അസൈൻമെന്റ് ഒക്കെ ചെയ്യും. അടുക്കളയിൽ ഞാനാണ് മുഴുവൻ അസൈൻമെന്റ് ഒക്കെ ചെയ്യുന്നത്. എനിക്ക് കുറെ അസൈൻമെന്റ് തരും മുതലാളി. എന്താണ്? പാറപ്പോടെ ഉണ്ടാക്കുന്ന ശബ്ദം ഫോണിലൂടെ. Cutlet banana, where are you? Cutlet banana, where are you? Motta patsunda. അപ്പൊ പിന്നെ അടുത്ത ആഴ്ച വിളിക്കാൻ മറക്കരുത്. ഈ മുതലാളി ഭയങ്കര ദേശക്കാരനാണ്. ഇനിയും വിളിക്കണം. അടുത്ത ആഴ്ച വിളിക്കാൻ മറക്കണം. അപ്പൊ ലാസ്റ്റ് വർക്ക് കാണണം, ഫസ്റ്റ് കിട്ടിയോ ഇല്ലെന്ന് അറിയാൻ അല്ലേ മുതലാളി? അപ്പൊ അടുത്ത ആഴ്ച വിളിക്കാൻ മറക്കരുത്. വിളിക്കണം, ഞങ്ങളുണ്ടാകും. മുതലാളി അറിയാൻ പാടും ചോദിക്കണ ഒരു കാര്യമുണ്ട്. ഈ 1/2 കിലോ മാവ് അച്ഛൻ്റെ നെറ്റി തേച്ചേക്കണ എന്തിനാണ്? നിങ്ങൾ നമ്മളുടെ ആളാണെന്ന് മനസ്സിലാവണ്ടേ? ഇതുപോലെ ഭാഷയും സംസാരിക്കും. ഹലോ നമസ്കാരമുണ്ട്. ആ നമസ്കാരമുണ്ട്. ആരാണ് വിളിക്കാൻ കൊടുക്കുന്നത്? പറയൂ. അതാണ് കേട്ടില്ല. പേര് പറയാൻ കൊടുക്കൂ. ഹലോ. പേര് പറയാൻ കൊടുത്താൽ ഒരു ചായങ്ങൾ കൊടുക്കോ? ഇല്ലല്ലോ. പേര് പറയുന്നില്ല. ഹലോ. കോൾ കട്ടായി പോയെന്നാണ് തോന്നുന്നത്. ചൂടെണ്ണയിൽ വീണ പപ്പടം പോലെ അയച്ച കോൾ അല്ലേ? എന്തായാലും കുഴപ്പമില്ല, കോൾ കട്ടായി പോയി. ലൈനിലെന്തോ കുഴപ്പം കാണും, അതുകൊണ്ടാണ്. അടുത്ത കോൾ വരുന്നുണ്ട്. ഹലോ. കോൾ എടുക്കാൻ പറ്റും. ഹലോ. ആ നമസ്കാരം. ആരാണ് വിളിക്കാൻ കൊടുക്കുന്നത്? ആരാണ്? ക്രിസ്റ്റി ഫെർണാണ്ടസ്. ആ ക്രിസ്റ്റി. അവിടെ നിന്നാണ് വിളിക്കാൻ കൊടുക്കുന്നത്. ആ ടിവിയുടെ ശബ്ദം ഒന്ന് കുറയ്ക്കാൻ കൊടുക്കുമോ? എന്നിട്ട് ഒറ്റയിൽ സംസാരിച്ചോളൂ. എവിടെ നിന്നാണ് വിളിക്കാൻ കൊടുക്കുന്നത്? ഹലോ. എവിടെ നിന്നാണ് വിളിക്കാൻ കൊടുക്കുന്നത്? പറയൂ. എളമക്കരയിൽ കുറച്ച് ഉറക്കെ പറയാമോ? കേൾക്കാൻ പറ്റുന്നില്ല. മുതലാളി ഒന്ന് പറയൂ. ഒത്തിരി ഉറക്കെ. ആ എളമക്കരയിൽ നിന്ന് ക്രിസ്റ്റി ഫെർണാണ്ടസ് അല്ലേ? ആ എന്താണ് ചെയ്യുന്നത്? 6ാം ക്ലാസ്സിലല്ലേ പഠിക്കണേ? 6ാം ക്ലാസ്സിലാണോ? 8ാം ക്ലാസ്സിലാണ്. മുണ്ടാണ്ട് 2 വർഷം കുറഞ്ഞു പോയി. അപ്പൊ ക്രിസ്റ്റി ഫെർണാണ്ടസ് ഇങ്ങോട്ട് വിളിക്കാറില്ലല്ലോ, ആദ്യമായിട്ടല്ലേ വിളിച്ചേക്കണേ? കൺഗ്രാജുലേഷൻ ഉണ്ട് കേട്ടോ. എന്താണ് കേട്ടാന്നോ? അല്ല കൺഗ്രാജുലേഷൻ. മുതലാളിയുടെ ഭാഷ പറയാൻ പറ്റാണ്. ഓൺലൈൻ ക്ലാസ് ഒക്കെ. ഹലോ. ടിവിയിൽ നോക്കാതെ ഞങ്ങളുടെ സ്റ്റേറ്റ് സംസാരിച്ചാൽ മുതലാളി സഹായം തരും. ഇല്ലെങ്കിൽ കോൾ മുതലാളി കട്ട് ചെയ്യും. ഭയങ്കര ദേശക്കാരനാണ്. ടിവിയിൽ നോക്കാതെ ഇങ്ങോട്ട് സംസാരിക്കണം. എന്നാൽ മാത്രമേ ഞങ്ങൾ സൂട് സഹായം തരൂ. ആ ഇനി സംസാരിച്ചേ. പറഞ്ഞോളൂ. ഓൺലൈൻ ക്ലാസ് എല്ലാം എങ്ങനെ പോകുന്നു? നന്നായി പോകുന്നോ? നന്നായി പോകുന്നുള്ളേ. ഒരു ചോദ്യം കൊടുക്കൂ. അപ്പൊ ഒരു ചോദ്യം തരട്ടെ. എന്നാൽ
ഇലക്കറികളിൽ ധാരാളമായി കിട്ടുന്ന വിറ്റാമിൻ ഏതാണ്? വൈറ്റമിൻ ഇസഡ് അല്ലേ? അല്ലല്ലേ? ഇലക്കറികളിൽ നിന്നും ധാരാളമായി കിട്ടുന്ന വിറ്റാമിൻ. ഞാൻ ഉണ്ടാക്കണേൽ വിറ്റാമിൻ ഉണ്ടാവില്ല ഒരാളി, മുഴുവൻ ചാറ് കറി ആർക്കും. നമുക്കറിയാമല്ലോ. ഇലക്കറികളിൽ നിന്നും ധാരാളമായി കിട്ടുന്ന വിറ്റാമിൻ ഏതാണ്? അങ്ങനെ കൊണ്ടുപോ. അങ്ങനെ ഉണ്ട്. ഏത് വിറ്റാമിനാണ്? എന്തായാലും കുഴപ്പമില്ല, കഴിക്കാൻ കൊടുത്താൽ മതി. വിറ്റാമിൻ. ഉത്തരം ശരിയാണ്. ഉത്തരം ശരിയാണ്. ഉത്തരം ശരിയാണ്. അറിയാൻ പാടില്ല, വെറുതെ കൈയടിക്കാൻ കൊടുത്തു. ഞങ്ങൾ ആദ്യം വിളിച്ചപ്പോ തന്നെ ഫസ്റ്റ് കിട്ടിയല്ലോ. എപ്പടി? അപ്പൊ വിളിച്ചതിൽ വളരെ സന്തോഷം. അതല്ല, കൺഗ്രാറ്റ്സ് കൊടുക്കണ്ടേ? കൺഗ്രാജസ് ഉണ്ട്, അതല്ല കൈയടിച്ചത്. അപ്പോ സമ്മാനം കിട്ടുമോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി അവസാനം പറഞ്ഞ് നോക്കണം. അപ്പൊ വിളിച്ചതിൽ ഈ സുനിൽ ഷെട്ടി കൂടെ ഉണ്ടാകും. അപ്പൊ അടുത്ത ആഴ്ച വിളിക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പൊ ശരി, വിളിക്കണം. മലയാളിനാർക്ക് അറിയുമ്പോൾ ദോശക്കുള്ള മാവെടുത്ത് നെറ്റീസ് വെച്ച് എന്നെ ഇതുമാരെ സംസാരിക്കാൻ കൊടുക്കുന്ന പാടാണ് കേട്ടോ. ശമ്പളമില്ല, ഒന്നുമില്ല. ഫോട്ടോ കൊച്ചുകാരനായ നാനീ സംസാരം എടുക്ക്. ഹലോ, ആ കോഫി ഹൗസിലേക്ക് സ്വാഗതം. ആരാ വിളിക്കാൻ കൊടുക്കുന്നത്? ആ ടിവിയുടെ ശബ്ദം കുറയ്ക്കാൻ കൊടുക്കൂ. മോളെ, ടിവിയുടെ ശബ്ദം ഒന്ന് കുറക്കാൻ കൊടുക്കാമോ? ടിവിയുടെ ശബ്ദം ഒന്ന് കുറക്കോ? ടിവിയുടെ ശബ്ദം കുറച്ചിട്ട് നേരിട്ട് സംസാരിച്ചോ. ടിവിയിൽ നോക്കി സംസാരിക്കുമ്പോൾ ചിലപ്പോൾ സംസാരിക്കാൻ പാടാർക്കും അല്ലേ മലയാളി? ആരാണ് വിളിക്കാൻ കൊടുക്കുന്നതെന്ന് പറയൂ. പേര് പറയൂ. ആരാണ്? പേര് പറയാൻ കൊടുക്കൂ. ആരാണ്? ആദ്യ നക്ഷത്ര ഏളൂർ നിന്നും അല്ലേ? നമ്മൾക്കറിയാം. കഴിഞ്ഞ ആഴ്ച നമ്മളെ വിളിച്ച ആളാണ് തോന്നുന്നു. ശരിയാണ്. അപ്പൊ ആദ്യ നക്ഷത്ര, എന്താണ് കഴിക്കാൻ ഇഷ്ടമുള്ള ഭക്ഷണം? നമ്മുടെ ഹോട്ടലിൽ ഒരുപാട് ഭക്ഷണങ്ങൾ ഉണ്ട്. ദോശയുണ്ട്, ഇഡലുണ്ട്, ഉപ്പമാവുണ്ട്, കട്ട്ലറ്റ് ഉണ്ട്, പപ്സ് ഉണ്ട്. ഇതൊക്കെ അപ്പുറത്തെ കടയിലുണ്ട്. എല്ലാം അപ്പുറത്തെ കടയിലുണ്ട്. എന്തോ പറയാൻ കൊടുത്തുണ്ട്. കോഴിക്കട്ട ഇഷ്ടമാണല്ലോ. ഇവിടെ എല്ലാ ദിവസവും കൊഴുക്കട്ടാണ്. ചിക്കൻ കൊഴുക്കട്ട, വെജിറ്റബിൾ കൊഴുക്കട്ട, മട്ടൺ കൊഴുക്കട്ട തീർച്ചയായിട്ടും ഉണ്ടാക്കാം. ഇവിടുത്തെ കടയിലുള്ള സാധനങ്ങൾ ലിസ്റ്റ് പറഞ്ഞതാണ്. ആദ്യ നക്ഷത്രം ഒരു പാട്ട് പാടാൻ കൊടുത്താലോ? ഒരു പാട്ട് പാടാമോ അങ്കിളിന് വേണ്ടി? അങ്കിളിന് വേണ്ടി ഒരു പാട്ട് പാട്. ഈ അപ്പൂപ്പന് വേണ്ടിയും ഒരു പാട്ട് പാടിക്കോളൂ. പാട്ട് പാടിക്കോളൂ. നന്നായി പാടുന്നു. നന്നായി പാടിയിരിക്കണോ. ഇത് ആരെ ഈ പാട്ട് പഠിപ്പിച്ചെന്നേ? നന്നായി പാടിയിരിക്കണോ. നന്നായിട്ടുണ്ട്. നമ്മുടെ മമ്മൂട്ടി അഭിനയിച്ച പാട്ടല്ലേ? മമ്മൂട്ടി അഭിനയിച്ച പാട്ടല്ലേ? ഒരു ചോദ്യം കൊടുത്താലോ? ഒരു ചോദ്യം ചോദിക്കട്ടെ. ചോദിക്കും മലയാളി. ചോദ്യമാണ്. പഴങ്ങളുടെ രാജാവ് എന്താണ്? ചക്കയാണോ? മാങ്കോ. ഉത്തരം ശരിയാണ്. താങ്കൾക്കറിയില്ലെങ്കിൽ ആ കുട്ടിക്കറിയാം. വളരെ കുട്ടി പറഞ്ഞല്ലോ. ഈ അങ്കിളിന്റെ ഭാഗം ഒരു കൺഗ്രാറ്റ്സ് ഉണ്ട് കേട്ടോ. ഇതാരാ പറഞ്ഞു തന്നത്? ആരാണ് പറഞ്ഞു? അറിയാം, സ്വന്തമായിട്ട് അറിയാം. ആ മുതലാളിക്കാട്ടി ബുദ്ധിയുണ്ട് കുട്ടിക്ക്. സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടിയാണ്, അറിയാൻ പറ്റും. താങ്കളെ പോലെ. അപ്പൊ ആദ്യ നക്ഷത്രം വിളിച്ചതിൽ വളരെ വളരെ സന്തോഷം. കുട്ടി പറഞ്ഞു കേൾക്കാം. എന്താണ് പറയാൻ? പറയൂ. അനിയന്റെ ബർത്ത്ഡേ ആണ്. അനിയന്റെ പേരെന്താണ്? അനിയന്റെ പേര് പറയൂ. അമൃത്. ഒരു വിശ്വാസം പറയുമ്പോൾ. അപ്പൊ നാളെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആദ്യ നക്ഷത്രയുടെ അനിയൻ അമൃത് തേജസിനും ഹാപ്പി ബർത്ത്ഡേ. കുടുംബത്തിനും ഒരു നല്ല വിശ്വാസം. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു മിസ് ബാങ്കിൾ അല്ലേ? മിസ് അങ്കിൾ. അപ്പോ അടുത്ത ആഴ്ച വിളിക്കാൻ മറക്കരുത്. ബർത്ത്ഡേ നന്നായിട്ട് ആഘോഷിക്കണം. ഈ കടയിൽ വിളിച്ച് ഫുഡ് ഓർഡർ ചെയ്തോളൂ. ഓർഡർ ചെയ്തോളൂ. ആമസോൺ വഴി ഓർഡർ ചെയ്താൽ കിട്ടും. ബൈ ബൈ മോളു. നമ്മളുടെ ഫുഡ് ആമസോൺ വഴി പെട്ടെന്ന് കിട്ടും കേട്ടോ. ഫ്ലിപ്കാർട്ടിലും കിട്ടും. ജീവിക്കാൻ ആഗ്രഹമില്ലാത്തവർ ആമസോണിൽ നിന്ന് ചിലപ്പോൾ ഓർഡർ ചെയ്യുന്നു. ഹലോ, നമസ്കാരം. ഹലോ. നമസ്കാരമുണ്ട്. കട്ടക്കലിപ്പാണ്. ആരാണത്? ആയുഷോ? അതെ. അയ്യ, അവിടെ നിന്നാണ് വിളിക്കാൻ കൊടുക്കുന്നത്. ചോറ്റാനിക്കര. ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? അതെ. ഗുരുവായൂർ പപ്പടം പോലെ ഭയങ്കര സ്പീഡിലാണല്ലോ സംസാരിക്കുന്നത്.
എന്താണ് വല്ല കലിപ്പാണ് ഞങ്ങളുടെ അടുത്ത്? ഇല്ല. ഞങ്ങളുടെ ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിച്ചായിരുന്നോ? നമ്മളുടെ പരിപാടി കാണാറുണ്ടോ? ഇല്ലാണ്ട് ചീഞ്ചിന്തയും കാണാറുണ്ട്. എന്താന്ന്? ചിരിയും ചിന്തയും. ചെറിയും ചെറിയും മാത്രം ചിന്തയും കാണാറുണ്ടോ? അതുകൊണ്ടാണ് നമ്മളെ വിളിക്കാൻ കൊടുത്തത്. അറിയില്ല, ഇന്ന് അറിഞ്ഞത് ഉണ്ടെന്ന്. ഇന്ന് അതുണ്ടാവും. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നില്ല, കടയുടെ ലൈസൻസ് എടുക്കാൻ വേണ്ടി അമീർക്ക് അവിടെ പോയായിരുന്നു. അത് ഇത് കഴിഞ്ഞിട്ടാണ് ഉണ്ടാവുന്നത് കേട്ടോ. ആ അപ്പൊ എന്താണ് ചെയ്യണത്, എന്താണ് പഠിക്കണത് പറയാൻ കൊടുക്കൂ. ക്ലാസ്സില് എത്രാം ക്ലാസ്സിലാണ്? 8ാം ക്ലാസ്സില്. 8ാം ക്ലാസ്സിലാണ്. ഏത് ചോട്ടാനിക്കര തന്നെയാണോ പഠിക്കുന്നത്? ഉദയംപേരി SNDP സ്കൂളിലാണോ? ഞങ്ങളവിടെ ചെറിയൊരു സഹായം ഇട്ടിട്ടുണ്ടായിരുന്നു. നോണയാണ്, വൃത്തിയാണ്. അപ്പോൾ എന്താണ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്താണ് പറയൂ. പാട്ട് പാടാൻ അറിയോ, മിമിക്രി കാണിക്കാൻ അറിയോ, എന്തെങ്കിലും അറിയാം? ഡാൻസ് ചെയ്യാൻ അറിയാം. മിമിക്രി കാണിക്കാൻ അറിയോ? 2 സിനിമ നടന്മാരുടെ ശബ്ദം എടുത്താ പിന്നെ ഏതറിയാം? മൃഗങ്ങളെ നമ്മളെ മുതലാളിയുടെ ഏതെങ്കിലും മൃഗങ്ങളുണ്ടാവും. ഇയാളുടെ മുഖത്ത് പട്ടിയോർ മുഖത്തിന് എടുക്കും. മുതലാളി നമുക്ക് ഉറങ്ങാനാവുള്ളൂ. പറഞ്ഞോളൂ, ഏത് മൃഗമാണ്? വന്യമൃഗമാണോ? കടിച്ചിട്ടില്ല. പൂച്ചയാണ്, കുഴപ്പമില്ല. പട്ടി വലിയ വന്യമൃഗമാണ്, ശരിയാണ്. കാട്ടുപട്ടി അതുകൊണ്ട് ശരിയാണ്. കല്ലേറ് കൊണ്ട് പറ്റിയാണല്ലോ. നന്നായിട്ടുണ്ട്. പട്ടിക്കിട്ട ആളോ കല്ലെറിഞ്ഞ പോലെ ഉണ്ടല്ലോ. ആ വളരെ നന്നായിട്ടുണ്ട്. മുതലാളിക്ക് വീക്ക് കിട്ടണാണ്, അതുകൊണ്ട് മുതലാളിക്ക് നന്നായി അറിയാം. ഉണ്ടാക്കാറുണ്ട് ഇങ്ങനെയൊക്കെ. ഇത് മാത്രമുള്ളൂ, വേറെന്തുണ്ടോ? പോരട്ടെ, പറയാൻ കൊടുക്കൂ, പെട്ടെന്ന് പറയൂ, ചട്ടപ്പടേ പറയൂ. ദിനോസറിന്റെ ശബ്ദം ഉണ്ടാക്കാൻ അറിയാമോ? ദിനോസറിന്റെ ശബ്ദം. ആ പൂച്ച വന്യമൃഗമാണ്, നല്ല വന്യമൃഗമാണ്. കാട്ടുപൂച്ച. കാട്ടുപൂച്ച ഉണ്ട്, ശരിയാണ്. പൂച്ച വളരെ നന്നായിരുന്നു. നല്ല പൂച്ച. ഇത് എവിടത്തെ പൂച്ചയാണോ? ഉദയംപേറുള്ള പൂച്ചയാണോ? നാം ഫോണിന് അടിച്ചു പോയതായിരിക്കും. ഉദയംപേറുള്ള പൂച്ചയാണോ? എന്തായാലും പൂച്ചയുടെ ശബ്ദം നന്നായിരുന്നു. പൂച്ചയുടെയും കൊള്ളാറുന്നു, ആ പട്ടിയുടെയും കൊള്ളാം. പട്ടിയുടെ സൂപ്പറായിരുന്നു. മിമിക്രി പഠിക്കണുണ്ടോ? നന്നായിട്ടുണ്ട്. എങ്ങനെ? അപ്പൊ അതിനെ കുറിച്ച് നല്ല ക്രിയേറ്റിവിറ്റി ആയിട്ട് ചിന്തിച്ച് നന്നായിട്ട് ചെയ്യാൻ പഠിക്കണം. നല്ല ക്രിയേറ്റിവിറ്റി ഉള്ള കുട്ടിയാണ് അല്ല മലയാളി? തീർച്ചയായിട്ടും ക്രിയേറ്റിവിറ്റി ഉണ്ട്. എന്നെ പോലെ പാചകകലയിൽ നല്ല വിദഗ്ധനാവും. അപ്പൊ ഒരു ചോദ്യം കൊടുത്താലോ? ഒരു ചോദ്യം തട്ടെ എന്നാൽ. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി ആണോ മലയാളി? കേരളത്തിന്റെ കാര്യമാണ് ചോദിക്കുന്നത്. കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം തൃശ്ശൂരാണ്, പക്ഷെ ഒരു സ്ഥലമുണ്ട് തൃശ്ശൂർ. തൃശ്ശൂർ ജില്ലയിലാണ്. അപ്പൊ തിരുവനന്തപുരം. എവിടെയാണ് തൃശ്ശൂർ ജില്ലയിൽ? എവിടെയാണ് പറയുന്നത്? മണ്ണുർത്തി എന്നല്ല പറയണത്. നമുക്ക് പറഞ്ഞു കൊടുത്താലോ? എന്താണ്ടൊക്കെ ശരിയാണ്, പക്ഷേ ചെറിയൊരു വ്യത്യാസം. അക്ഷരങ്ങൾക്ക് ചെറിയ അല്ലേ മലയാളി? മണ്ണൂർത്തി അല്ല, മണ്ണൂത്തി എന്നാണ് പറയാൻ കൊടുക്കുന്നത്. മണ്ണൂത്തി എന്നാണ് പറയാൻ കൊടുക്കണം. മണ്ണൂത്തി കുഴപ്പമില്ല. എന്തായാലും നിങ്ങൾ പറഞ്ഞല്ലോ, ഉത്തരം പറഞ്ഞല്ലോ. എന്തായാലും പ്രൈസിന്റെ കാരണം ഞങ്ങൾ എന്തായാലും സുരുട്ടി ഇട്ടേക്കാം അല്ലേ? തീർച്ചയായും. ലാസ്റ്റ് നമ്മൾ എടുത്ത് പാർട്ടി നോക്കുമ്പോൾ കിട്ടുമ്പോൾ ആർക്ക് പ്രൈസ് നോക്കാം. ഞങ്ങൾ 10 ചാനൽ വിളിച്ച എല്ലാവർക്കും സമ്മാനം കിട്ടും. ഞങ്ങൾ സമ്മാനം കൊടുക്കും. അത് കിട്ടും. ഇവിടുന്ന് വിളിക്കാൻ കൊടുക്കും ആരെങ്കിലും കേട്ടോ. ഹലോ, ഇവിടുന്ന് വിളിക്കാൻ കൊടുക്കും. സമ്മാനത്തിന്റെ കാര്യം ആരെങ്കിലും വിളിച്ച് പറയും. ഇതിപ്പോ ജുറാസിക് അല്ലേ? അപ്പൊ അതിന്റെ കാര്യം ആരെങ്കിലും വിളിച്ച് പറയും. അപ്പൊ വിളിക്കാൻ കൊടുത്തതിൽ വളരെ സന്തോഷം. അടുത്ത ആഴ്ച ഇനിയും വിളിക്കണം. ശരി. നന്നായിട്ടുണ്ടാ കുട്ടി മിമിക്രി കാണിച്ചത്. മുതലാളിക്ക് ഇടക്ക് വല്ലതും പഠിച്ചൂടെ? നമ്മളും നടത്തി വെറുതെ നാട്ടുകാരെ തെറി വിളിക്കണം നേരത്തെ. വേറെ കോളർ ഉണ്ടല്ലോ, നോക്കാം. പാട്ട് പാടാൻ കൊടുത്താലോ? ഹലോ. നമസ്കാരം, ആരാണ്? ഏളൂർന്നാണ് ഇപ്പൊ വിളിച്ചിരുന്നു ഒരു കുട്ടി. ഏളൂർന്നല്ലേ വിളിക്കാൻ കൊടുക്കുന്നത്? ഇപ്പൊ ഒരു കുട്ടി വിളിച്ചിരുന്നു നേരത്തെ, ആദ്യ നക്ഷത്രം എന്നിട്ട് ഏളൂർന്ന് വിളിച്ചിരുന്നു. കൊച്ചിന്റെ ആരെങ്കിലും ആണല്ലേ? അമ്മൂമ്മയാണോ? വെറുതെ അല്ല, നമ്മൾക്ക് തോന്നി. നമ്മൾക്ക് കുറെ നാളായല്ലോ വിളിക്കാൻ കൊടുത്തിട്ട്. എവിടെയായിരുന്നു? ഞങ്ങളെ കാണാൻ കുറച്ച് കാത്തിരിക്കണം. നമ്മളെ കാണാൻ കുറച്ച് കാത്തിരുന്നാലേ നമ്മൾ. ഞങ്ങൾ ദിവസം വരില്ല. ഞങ്ങൾ വരുമ്പോൾ ലേറ്റ് വന്നാലും ലേറ്റസ്റ്റ് ആയി വരൂ. ദിവസം വരില്ല. ഒരു പ്രാവശ്യം വന്നാലും അതൊരു പവർ ഉണ്ടാവും അല്ലേ മലയാളി? എന്തോ പറയാൻ കൊടുക്കുന്നു. പറഞ്ഞോളൂ, എന്താണ് പറഞ്ഞത്? പാടാൻ കൊടുക്കൂ.
പാടണോ? പാടിക്കോളൂ. കൊറോണക്കൊരു സമരം ഉണ്ടാകട്ടെ. ആ. ഈശ്വരനൊരിക്കൽ തിരുന്തിനു പോയി രാജകൊട്ടാരത്തിൽ ക്ഷണിക്കാതെ കന്മതിൽ ഗോപുര വാതിലിനരികിൽ കരുണാമയനവൻ കാത്തുനിന്നു. കരുണാമയനവൻ കാത്തുനിന്നു. അറിയോ? നന്നായിട്ട് പാടി, നന്നായിട്ട്. ചേച്ചിക്ക് ഒരു കാര്യം അറിയാമോ? എന്താണ്? ഈശ്വരൻ എവിടെയാണ് പോയത്? തിരുവനന്തപുരം പോയതാ. വിരുന്നിന് പോയപ്പോ ആരാണ് ആഹാരം കൊടുത്തതെന്ന് അറിയാമോ? ഈ സുനിൽ ഷെട്ടി. നമ്മളാണ് ഈ സുനിൽ ഷെട്ടിയാണ് മുതലാളിയുടെ കടയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ സുനിൽ ഷെട്ടിയാണ് ഉണ്ടംബരി കൊടുത്തത്. ആ ദൈവത്തിന് ഇപ്പോഴും ഓർമ്മയുണ്ട്. ചേച്ചിക്ക് എങ്ങനെ ഓർമ്മ കിട്ടി? എന്താ? ചേച്ചിക്ക് ഇതെങ്ങനെ ഓർമ്മ കിട്ടി? ദൈവം ഊണിന് കഴിക്കാൻ പോയെന്ന്. അതെല്ലാം കിട്ടി, അത് അവർക്ക് അറിയാം. നന്നായിട്ട് പാട്ട് പാടി. ഈ സട്ടകം മുതലാളി എനിക്ക് തരും. അപ്പൊ നമുക്കൊരു ചോദ്യം കൊടുത്താലോ? ഇത്ര നാൾ എവിടെയായിരുന്നു? എന്നിട്ട് നമ്മൾ വിളിച്ചില്ലല്ലോ. കൊറേ കാലമായി വിളിക്കാൻ കൊടുത്തിട്ട്. നിങ്ങളെ കാണാനില്ല. ഞാൻ പറഞ്ഞില്ലേ ഗുരുവായൂരപ്പനെ തൊഴാൻ പോകുന്ന പോലെയാണ്. ഞങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുള്ളൂ. ഒരു ചോദ്യം കൊടുക്കട്ടെ? കിട്ടില്ല നിങ്ങളെ. അത് ശരിയാണ്. നമ്മൾ കുറച്ച് ചോദ്യം കൊടുത്താലോ? ഒരു ചോദ്യം തന്നാലോ? ഉത്തരം പറയാൻ കൊടുക്കും. ചോദ്യം. പാവങ്ങളുടെ ഓറഞ്ച് എന്ന് പറയുന്നത് എന്താണ്? ചക്കക്കുരുവാണോ? മിണ്ടാണ്ടിരിക്കോ. പാവങ്ങളുടെ ഓറഞ്ച് എന്ന് പറയുന്നത് എന്താണ്? പാവങ്ങളുടെ ഓറഞ്ച്. പാവങ്ങളുടെ ഓറഞ്ച് എന്ന് പറയുന്നത് എന്തിനാണ്? അതാണ് പേരക്കല്ല. പേരക്കല്ല. അറിയാൻ പാടില്ല അല്ലേ? ഒന്നും അറിയില്ല. അല്ല അല്ല, ഒരെണ്ണം കൂടി പറയാൻ കൊടുക്കൂ. ബുക്ക് മറിച്ച് കളഞ്ഞാൽ നമ്മൾ തള്ളും കേട്ടോ. പാവങ്ങളുടെ ഓറഞ്ച് തക്കാളിയാണ്. പാവങ്ങളുടെ ഓറഞ്ച് തക്കാളിയാണല്ലോ. നമ്മൾ സിമ്പിൾ ചോദ്യങ്ങളാണ്, പക്ഷെ നിങ്ങൾ കേൾക്കുമ്പോൾ വലുതായിട്ടൊക്കെ തോന്നും. നമ്മൾക്കും സന്തോഷമായി. പറഞ്ഞിരുന്നു, നേരത്തെ പറഞ്ഞിരുന്നു. നമ്മൾ പറഞ്ഞു. അപ്പൊ നാളെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന കുഞ്ഞാവക്കും എല്ലാവർക്കും. കുഞ്ഞാവയുടെ പേരെന്താണ്? അമൃതേജ് അല്ലേ? അത് തന്നെ. ഞങ്ങളുടെ ജുറാസിക് ഓഫീസിന്റെ ഒരു നല്ലൊരു വിശ്വസ്. ഞങ്ങളുടെ മകൻ നല്ല വിശ്വസ്. അപ്പൊ വിളിച്ചതിൽ വളരെ സന്തോഷം. ഇനിയും വിളിക്കാൻ കൊടുക്കണം. ശരി. കൊറേ നാളെ നമ്മൾ ചേച്ചി വിളിച്ച് നമ്മളൊന്ന് പോകട്ടെ. തീർച്ചയായിട്ടും നാളെ സന്തോഷമാണ്. നന്നായി പൊക്കി പറയും. തീർച്ചയായിട്ടും. ഹലോ. ആ കോഫി ഹൗസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കാൻ കൊടുക്കുന്നത്? എന്താണ്? ഹലോ. ആരാണ് വിളിക്കാൻ കൊടുക്കുന്നത്? പറഞ്ഞോളൂ. അക്ഷയ. എവിടെന്നാണ് വിളിക്കാൻ കൊടുക്കുന്നത്? പറയൂ. കേൾക്കുന്നില്ലേ? എവിടെന്നാന്ന് പറയൂ. വൈക്കം കോട്ടയമാണ്. വൈക്കത്തുനിന്നാണ്. വൈക്കം അവിടെ അമ്പലത്തിന്റെ ഒക്കെ അടുത്ത് നിന്നാണോ? എവിടെയാണ്? മറവൻതുരുത്ത്. നമ്മളെ നേരത്തെ വിളിച്ചിട്ടുണ്ട് അല്ലേ? നമുക്ക് ഓർമ്മയുണ്ടോ? അക്ഷയ നന്നായിട്ട് പാട്ട് പാടും. ഒരു പാട്ട് പാടിയതാണ്. ഒരു പാട്ടും കൂടി പാടിയാലോ? എങ്ങനെ ഉണ്ടാവും? നല്ല രസം. എന്തായാലും ആഹാരമില്ല ഈ കടയിൽ. കൊറോണയൊക്കെ സത്ത് പോട്ടെ. പാടിക്കോളൂ. പാടിക്കോളൂ, കുഴപ്പമില്ല. റെഡി? 1 2 പാട്ട് നന്നായിരുന്നു, പക്ഷെ വരികളെല്ലാം തെറ്റിപ്പോയി എന്നാ തോന്നുന്നത്. എന്നാലും കുഴപ്പമില്ല. ആ ടൂണിൽ പാടിയല്ലോ. ഇപ്പൊ ഞാൻ ദോശ ഉണ്ടാക്കുമ്പോൾ മാവുകൾ മാറിപ്പോകാറുണ്ട്. ചപ്പാത്തിയുടെ മാവെടുത്ത് ദോശക്കിടും, പുട്ടിന്റെ ദോശ എടുത്ത് മാവിലിടും. എന്നാലും നമുക്ക് കഴിക്കാനുള്ള ആഹാരം കിട്ടുമോ? അതുപോലെ തന്നെയാണ് പാട്ടും. അപ്പൊ എന്താണ്, വേറെന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ചോദ്യം കൊടുക്കണോ? ചോദ്യം ഒരു തരട്ടെ. പറഞ്ഞോളൂ. കഴിഞ്ഞ ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ ആഴ്ച വിളിച്ചായിരുന്നോ? കഴിഞ്ഞ ആഴ്ച വിളിച്ചിരുന്നു. ഞങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നോണ പറയാൻ കൊടുത്തു. കഴിഞ്ഞ ആഴ്ച വിളിക്കാൻ കൊടുത്തിരുന്നു. അല്ല, ഒരു പാട്ട് പാടി. ഇന്നത്തെ പോലെ നല്ലൊരു പാട്ട് പാടിയായിരുന്നു. ശരിയാണ്, പാടിയിരുന്നു. പാട്ട് ശാസ്ത്രീയമായി പഠിക്കുന്നുണ്ടോ? പാട്ട് ശാസ്ത്രീയമായി പഠിക്കുന്നുണ്ടോ?
ഇല്ല. ക്ലാസിക്കൽ വെസ്റ്റേൺ? ഇല്ല. അപ്പൊ നമുക്ക് നന്നായി പാടുന്നുണ്ട്, ട്രൈ ചെയ്യണം. അടുത്ത ആഴ്ച വിളിച്ച് ഞങ്ങൾക്ക് നല്ലൊരു പാട്ട് കേൾപ്പിക്കണം. ഞാൻ അടുത്താണ് പാട്ടുകളൊന്നും തെറ്റാതെ പാടാം. ഞങ്ങൾക്കൊന്നൊരു ദോശ തരാം. അപ്പൊ ചോദ്യം പിടിച്ചോളൂ. ചെറുനാരങ്ങകൾ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? സിട്രിക് ആസിഡ് അല്ല കേട്ടോ, വിറ്റാമിൻ ഏതാണ് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കാൻ കൊടുത്തത്. വിറ്റാമിൻ സി. ഉത്തരം ശരിയാണ്. രണ്ടും ശരിയാണ്. നമ്മൾ പരീക്ഷിച്ചതാണ്. മുതലാളിക്ക് ബുദ്ധിയില്ലാത്തത് കൊണ്ട് ഭയങ്കര പരീക്ഷണമാണ്. അപ്പോ ഉത്തരം വളരെ ശരിയാണ്. അപ്പൊ വിളിച്ചതിൽ സന്തോഷം. ഇനി അടുത്ത ആഴ്ച ഇനിയും വിളിക്കണം. അടുത്ത ആഴ്ച വിളിക്കല്ലേ? അടുത്ത ആഴ്ച നിങ്ങൾ വിളിച്ച് വരികൾ തെറ്റാതെ നല്ല പാട്ട് ഞങ്ങൾക്ക് പാടിത്തരണം. പക്ഷെ നല്ല ശബ്ദമാധുര്യം ഉണ്ട് കുട്ടിക്ക്. മാത്രമല്ല ഈ പ്രൈസ് കിട്ടുമോ ഇല്ലെന്നറിയാൻ അവസാനം വരെ കാണുകയും വേണം. സമ്മാനം കിട്ടിക്കഴിഞ്ഞാൽ ഈ കൃഷ്ണവിലാസൻ ടീച്ചറിന് ഒരു ചായ കുടിക്കാം. അപ്പൊ വിളിച്ചതിൽ വളരെ സന്തോഷം. അപ്പൊ നമുക്കൊരു കടയിൽ പോയി ചായ കുടിച്ചാലോ? ചെറിയൊരു ബ്രേക്ക്. അപ്പൊ കോഫി ഹൗസിൽ ചെറിയൊരു ബ്രേക്ക് ആണ്. അതിനുശേഷം നമ്മൾ പെട്ടെന്ന് പറയും. എല്ലാ ഞായറാഴ്ചകളിലും 6:30 മുതൽ 7:30 വരെ കാണാൻ മറക്കരുത്. വിളിക്കാൻ. അപ്പോൾ വീണ്ടും നമസ്കാരം. കോഫി ഹൗസിലേക്ക് വീണ്ടും സ്വാഗതം. അല്ലേ, ഒരു കോൾ ഉണ്ട്, എടുത്താലോ? എടുക്കാൻ കൊടുക്കാം. ഹലോ, കോഫി ഹൗസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കാൻ കൊടുക്കുന്നത്? നമ്മൾ കാത്ത് ഇരിക്കുവായിരുന്നു. എവിടെയായിരുന്നു? സാധാരണ ആദ്യം വിളിക്കാറുള്ളതാണല്ലോ. ഇപ്പോഴെങ്കിലും കിട്ടാൻ കൊടുത്തല്ലോ. ഓരോ എപ്പിസോഡ് പോലും വിടാതെ വിളിക്കുന്ന ആളാണ്. വരുന്ന ആഴ്ച എന്താണ്? പറഞ്ഞാഴ്ച ഉണ്ടല്ലോ. എല്ലാ ആഴ്ചയും ഉണ്ടാവും. നമ്മൾ തീർച്ചയായിട്ടും പറയാൻ കൊടുക്കും. സൗണ്ട് കൊടുക്കണം. പുഷ്പ ചേച്ചി, ആ ടിവിയുടെ ശബ്ദം ഒന്ന് കുറച്ച് വെക്കാൻ കൊടുക്കുമോ? ടിവിയുടെ ശബ്ദം ഒന്ന് കുറക്കാൻ കൊടുക്കുമോ? ആണോ? ഭയങ്കര ശബ്ദം പോലെ തോന്നുന്നു. ഭയങ്കര ശബ്ദം പോലെ ബഹളമാണ്. ആരെങ്കിലും പറഞ്ഞോളൂ പുഷ്പ ചേച്ചി, എന്താണ്? നമ്മളൊരു ഹോട്ടൽ തുടങ്ങിയേ, കൃഷ്ണവിലാസം ടീ സ്റ്റാൾ. നമ്മൾ തുടങ്ങി, ഹോട്ടൽ തുടങ്ങാൻ കൊടുത്തു. മസാല ദോശ, പരിപ്പ് വട, ഉണ്ടംപൊറി, പഴംപൊറി, എലി വന്ന് കടന്ന ഉഴുന്നുവട എല്ലാം ഉണ്ട് ഇവിടെ. ഇളയ മോളുടെ ഭർത്താവ് കരി പോലെ അല്ല, രാജേഷ് പോലെ ഉണ്ട് കരി. മൂത്തവളുടെ ഭർത്താവ് വിപിന, എന്താ അവന്റെ പേര്, അതുപോലെ ഉണ്ട് മധു. കേട്ടാ, നിങ്ങൾ രണ്ടുപേരും ചേരുവരായിരുന്നു. നമുക്ക് തമാശയാണ്. എന്തായാലും തീർച്ചയായിട്ടും. എന്താണ് വേണ്ടതെന്നോ? എന്താണ് വേണ്ടത്? എനിക്ക് വേണ്ടത് എന്താ, ഞങ്ങൾക്ക് ദോശ മതി, ഏതെങ്കിലും സൈസ് മസാല ദോശയുടെ കൂടെ. അപ്പൊ രണ്ടായിട്ട് പൊതിഞ്ഞ് തന്നേക്കൂ. തീർച്ചയായിട്ടും തരാം. ഒരു ദോശ രണ്ടായിട്ട് പൊതിഞ്ഞാൽ മതിയോ? ഒരെണ്ണം രണ്ടാക്കി വെട്ടാതെ മതി. ഞങ്ങൾക്ക് രാത്രി വിശപ്പ് കുറവാ. ഞങ്ങളുടെ ഹോട്ടലില് ഒരു ദോശ എന്ന് പറയുന്നത് 2 മില്ലിഗ്രാം മാത്രം ഉണ്ടാകും. അതിനെ രണ്ടാക്കാൻ പാടാണ്. അപ്പൊ 3 ആക്കിയാലോ? 3 ആർക്കും കിട്ടിയതിന് നന്ദിട്ട് തിരിച്ചോണ്ടാ വിളിക്കണേ. ഞങ്ങൾ കോൾ വിളിക്കുന്ന ആർക്കും പണിയുള്ള, ഷുഗറില്ല, കൊളസ്ട്രോൾ ഇല്ല. ഇവിടെ ജോരാസിക്കിൽ വിളിക്കുന്ന ആർക്കും ഒരു അസുഖവുമില്ല. ഒരു കുഴപ്പമില്ല. ബദലാളിക്ക് മാത്രമേ കുഴപ്പമുള്ളൂ. ഞങ്ങൾക്ക് കൊളസ്ട്രോൾ ചേട്ടന് മാത്രം. എനിക്ക് ഷുഗറില്ല, ചേട്ടന് ഷുഗറില്ല, പ്രഷർ ഇച്ചിരിച്ചേ ഉള്ളൂ. എനിക്കായിട്ടേ ഉള്ളൂ. എല്ലാ ആഴ്ചയും ഈ പ്രോഗ്രാം കണ്ടാൽ എല്ലാ അസുഖവും മാറും. വരുന്ന ആഴ്ച ദൈവത്തെ ഓർത്തൊന്ന് വെച്ചേക്കണോട്ടോ. ഞങ്ങൾ വരും. പുഷ്പച്ചേച്ചിക്ക് വേണ്ടി ഞങ്ങൾ തീർച്ചയായും വരും. വരാൻ വേണ്ടി ഞാനാണ് പ്രാർത്ഥിക്കണം ദൈവത്തോട്. ആ പ്രാർത്ഥനയുടെ ഗുണം കൊണ്ടാണ് ഞങ്ങൾ വന്നത്. അപ്പൊ ഒരു ചോദ്യം തട്ടേ പുഷ്പ ചേച്ചിക്ക്. ഏറ്റവും വലിയ മുട്ട ഇടുന്ന പക്ഷി ഏതാണ്? ഞാൻ തന്നെയാവുള്ളൂ. ഏറ്റവും വലിയ മുട്ട ഇടാൻ കൊടുക്കുന്ന പക്ഷി ഏതാണ്? ഏറ്റവും വലിയ മുട്ട ഇടാൻ കൊടുക്കുന്ന പക്ഷി ഏതാണ്? കാടക്കോഴിയാണോ? കോഴികളുടെ പറയണ്ട, വേറെ കോഴിയല്ല, ഇത് പക്ഷിയാണ്. ഒരു പക്ഷിയാണ്. ഏറ്റവും വലിയ മുട്ട
ഏത് പക്ഷിയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒട്ടകപ്പക്ഷിയാണോ? ഒട്ടകപ്പക്ഷി ഉത്തരം ശരിയാണ്. പുഷ്പ ചേച്ചിക്ക് കോൾ അടിച്ചല്ലോ. ഉത്തരം ശരിയാണ്. ഉത്തരം തെറ്റാണല്ലേ? ഉത്തരം ശരിയാണ്, correct ആണ്. correct ആണ്, ഉത്തരം ശരിയാണ്. correct ആണ്. ശരിയാണെങ്കിൽ നറുക്ക് വീഴും. നറുക്കെന്തായാലും എന്തായാലും ഒരു മസാല ദോശ 3 പീസായി വീട്ടിലേക്ക് നമ്മൾ അയക്കുന്നുണ്ട് കേട്ടോ. അല്ല ഒട്ടകപ്പക്ഷി കറക്റ്റ് ആണോ? Correct ആണ്, correct കറക്റ്റ് ആണ്. ആണ്. കറക്റ്റാൻ കൊടുത്തു അല്ലേ? മോനെ ഞാൻ വെച്ചിട്ട് കുത്തനാണ് കേട്ടാ. കുഴപ്പമില്ല, ഉത്തരം correct ആയിരുന്നു. കണ്ണടച്ച് ഉത്തരവും പറഞ്ഞു. കറക്റ്റ് ആണ്. അപ്പൊ പുഷ്പ ചേച്ചി അടുത്ത ആഴ്ച ഇനിയും വിളിക്കണം. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? കേൾക്കുന്നുണ്ട്. പാട്ടുകളിലൂടെ നിങ്ങൾ കണ്ടാ പോലെ ഇതേപോലെ കാണണം കേട്ടാ. എല്ലാ ആഴ്ചയും ഞങ്ങൾ വരും. തീർച്ചയായിട്ടും നന്നായിട്ട് വരണം, ജോറായിട്ട്. തീർച്ചയായിട്ടും. പാട്ടൊന്നും പാടിയില്ലല്ലോ, സാരമില്ല അല്ലേ? അത് കുഴപ്പമില്ല, പാടണമെങ്കിൽ പാടണം. ഇനി അടുത്ത ആഴ്ച പാടാം, ഞങ്ങൾക്ക് പ്രായമുള്ളവരല്ല. എന്നാ കുഴപ്പമില്ല, അടുത്ത ആഴ്ച വിളിച്ചാൽ മതി. അടുത്ത ആഴ്ച പാടാം. ശരി. ഇനി മറ്റേതും കിട്ടണം ഫോൺ എനിക്ക്. തീർച്ചയായിട്ടും കിട്ടും. ശരി, താങ്ക് യു മോനെ. ആ സേച്ചിയുടെ സന്തോഷം കണ്ടു. പുഷ്പ ചേച്ചിക്ക് എനിക്ക് ശമ്പളം കിട്ടുമ്പോഴും ഇതുപോലെ സന്തോഷമില്ല. ശമ്പളം തന്നാലേ സന്തോഷം ഉണ്ടാവും. ഹലോ ഹലോ, ആ കോഫി ഹൗസിലെ സ്വാഗതം. ആരാണ് വിളിക്കാൻ കൊടുക്കുന്നത്? പേര് പറയൂ. ഐഷ ഉദയംപേരി. ഐഷ ഉദയംപേർ നമ്മളെ നേരത്തെ വിളിച്ചിട്ടുള്ള ചേച്ചിയാണ് അല്ലേ? ഓർമ്മയുണ്ടല്ലേ? നമ്മൾക്ക് തീർച്ചയായിട്ടും ഓർമ്മയുണ്ട്. അപ്പൊ നമ്മുടെ ഹോട്ടൽ കണ്ടില്ലേ, കൃഷ്ണവിലാസം? ഹോട്ടലൊക്കെ കണ്ട്, നല്ല ഇത്. നല്ല ഹോട്ടൽ. പഴയ മോഡലാണല്ലോ. നമ്മൾ പഴയ ഹോട്ടൽ മേടിക്കാൻ കൊടുത്തു. നമ്മൾ തുടങ്ങിയതാണ് 5 സ്റ്റാർ ഹോട്ടലാണ്. അത് തോന്നുന്നതാണ് പഴയതായിട്ട്. അപ്പൊ എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് നമ്മുടെ പാചകക്കാരനാണ് ഇത്. മുതലാളി പണിയായത് പറയാൻ കൊടുക്കും എന്തൊക്കെ ഉണ്ട്. ചേച്ചി, ഞാൻ ഈ ഹോട്ടലിന്റെ മുതലാളിയല്ല, തൊഴിലാളിയാണ്. നമ്മളാണ് മുതലാളി. കണ്ടാൽ ലുക്ക് ഉണ്ടെന്നേ ഉള്ളൂ. തൊഴിലാളി ഞാനാണ്. എന്റെ പേര് സുനിൽ ഷെട്ടി. വെറുതെ രാമശെട്ടി എന്ന പേര്. സുനിൽ ഷെട്ടി. അപ്പാടെ പേര് രാമശെട്ടി, അപ്പാടെ പേര് രാമശെട്ടി. എല്ലാ സാപ്പാടും ഉണ്ടെന്ന്. എല്ലാ സാപ്പാടും ഉണ്ട്. മസാല ബിരിയാണി, ചിക്കൻ ബിരിയാണി, കാടക്കോഴി മസാല, ഒന്നുമില്ല, അടുത്ത കടയിലുണ്ട്. ചിക്കൻ ഫ്രൈ വിത്ത് ഓംലേറ്റ് വിത്ത് ബീഫ് ഫ്രൈ എല്ലാം അപ്പുറത്തെ കടയിൽ നിന്ന് വാങ്ങി തരാം. കാശ് കൊടുത്താൽ മതി. ഈ കടയിൽ നിന്ന് വാങ്ങി കഴിക്കരുത്. കൊറോണ പോലും പറൂല ഈ കടയിൽ. അല്ല, കുറച്ച് നാളായാലും വിളിക്കാൻ കൊടുത്തിട്ട് എവിടെയായിരുന്നു? കഴിഞ്ഞ ആഴ്ച നോക്കിയപ്പോ നിങ്ങളെ കണ്ടില്ലല്ലോ. ഞങ്ങൾ ഈ കടയുടെ ലൈസൻസ് വാങ്ങാൻ ഡൽഹി വരെ പോയതാണ്. അവിടെ പോണോ? അവിടെ ഇത് 5 സ്റ്റാർ ഹോട്ടലാണോ? കാണുമ്പോ തന്നെ മനസ്സിലായില്ലേ മുതലാളിയുടെ തള്ളു. ഡൽഹി മിനിസ്റ്ററിയിൽ നമ്മൾക്ക് വലിയ പിടിയാണ്. വലിയ പിടിയാണ്. അതാണ് ഫുഡ് ഇൻസ്പെക്ടർ വന്ന് എല്ലാം പൂട്ടിക്കൊണ്ട് പോയത്. പിന്നെ അവർ പാട്ട് പാടാൻ ഇഷ്ടപ്പെട്ട ഭക്ഷണം ചോദിച്ചു. ഒരു ഭക്ഷണക്കാരൻ പറയാമല്ലേ? മസാല ദോശ ഇഷ്ടമാണോ? ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം പറഞ്ഞിട്ട് ഒരു പാട്ട് പാടും. ഭക്ഷണം പറഞ്ഞൊരു പാട്ടും പാടും. ഭക്ഷണം ഉഴുന്നുവട, സാമ്പാർ, ചട്നി. അതോ കിഡ്നി? കിഡ്നിയുള്ള ചട്നിയാണ്. ഇനി ഒരു പാട്ട് പാടിക്കോ. ഇനി ഒരു പാട്ട് പാടാം, കൊടുക്കാം. കടവത്ത് തോണിയടുത്തപ്പോൾ പെണ്ണിന്റെ കവിളത്ത് മഴവില്ലിഴലാട്ടം, കവിളത്ത് മഴവില്ലിഴലാട്ടം. അത് എനിക്കുള്ള മുതലാളിക്കുള്ള പാട്ടാണോ? കാരണം എന്ന് വെച്ചാൽ കവിളത്ത് ചില സമയത്ത് കിട്ടാറുണ്ട്. അപ്പൊ അതിന്റെ നിഴലാട്ടം മാർക്കും. എന്തായാലും കറക്റ്റ് പാട്ട് തന്നെ മുതലാളിയെ നോക്കി പാടി. അപ്പൊ ഒരു ചോദ്യം കൊടുത്താലോ? ഒരു ചോദ്യം തരട്ടെ. ആ മുട്ടയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഏതാണ്? എഗ് പപ്സ് ആണോ? മുട്ടയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ സി അല്ല, ബി. ഒരെണ്ണം കൂടി പറയാൻ കൊടുക്കും. ഞങ്ങൾക്ക് അക്ഷരമാല മുഴുവൻ പറയാന്നേ. ഉത്തരം തെറ്റാണ്. ഡി, ഇ, എഫ്. നമുക്കെല്ലാം പറയാം. നമ്മൾ പറഞ്ഞു ഏതെങ്കിലും പറഞ്ഞ ശരിയാവും ചേച്ചി. ഈ മുതലാളിക്കിട്ട് പണി കൊടുക്കണം. നമ്മളെന്നാൽ പറഞ്ഞു തട്ടെ. അറിയില്ല, മലയാളി പറഞ്ഞ വിറ്റാമിൻ ഇ ആണ്. വിറ്റാമിൻ ഇ ആണ്. നമ്മൾ അത് മാത്രം പറഞ്ഞില്ല ചേച്ചി. കുഴപ്പമില്ല. പക്ഷെ നല്ലൊരു പാട്ട് പാടി കറക്റ്റായിട്ട് ഉത്തരം പറയാൻ ശ്രമിച്ചു. എല്ലാം ചെയ്തു. അയ്യോ, നല്ല ഭാഗ്യമാണെന്ന്. നാളെ തന്നെ ഒരു ലോട്ടറി എടുക്കാൻ അല്ലേ? തീർച്ചയായിട്ടും. അതിന്റെ ബിസിനസ് ഇപ്പൊ വിളിച്ച് ശരിയല്ലേ? ഇപ്പൊ സന്തോഷമായോ? അടുത്ത ആഴ്ച നമ്മള് തീർച്ചയായിട്ടും വരും. നിങ്ങളുടെ സ്നേഹമാണ് ഞങ്ങളുടെ വളർച്ച എന്ന് പറഞ്ഞ അല്ല മലയാളി? ഹോട്ടലിന്റെ വളർച്ചയും. അപ്പൊ വിളിച്ചതിൽ വളരെ വളരെ സന്തോഷം. ഞങ്ങൾക്ക് പെർത്ത് സന്തോഷം. അപ്പൊ ശരി. അയ്യോ മലയാളി, സുനിൽ ഷെട്ടി സൈനിങ് ഓഫ് പറഞ്ഞില്ല. അത് കുഴപ്പമില്ല, ലാസ്റ്റ് പറയാമല്ലോ. ഹലോ ഹലോ, ആ കോഫി ഹൗസിൽ സ്വാഗതം. ആരാണ്?
ആരാണ് വിളിക്കാൻ കൊടുക്കുന്നത്? പേര് പറയൂ. ഞാൻ ആൻഡ്രിയാണ്. ആൻഡ്രിയ എവിടെ നിന്നാണ്? ഞാൻ ഉദയംപേരൂര്. ഉദയംപേരൂർ. എന്താണ് ചെയ്യണത്? പഠിക്കുവാണോ? എത്രാം ക്ലാസ്സിലാണ്? എല്ലാം പറയൂ വിശേഷം. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പോൾ ഓൺലൈൻ ക്ലാസ് എല്ലാം ഉണ്ടല്ലേ? ആ. ആൻഡ്രിയക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണ്? നമ്മുടെ ഹോട്ടലിൽ ഒരുപാട് ഭക്ഷണമുണ്ട്. ഏതാണ്? ഏത് ഭക്ഷണമാണ് ഇഷ്ടം? മസാല ദോശയാണോ? മിണ്ടാണ്ടിരിക്കാമോ? മസാല ദോശ. എന്താണ്? പ്രിയദർശൻ. പ്രിയദർശനോ? അങ്ങനെ ഒരു ദോശയില്ല. അതാണ് ഉദ്ദേശിച്ചത്. നെയ്റോസ്റ്റ് ഇഷ്ടമാണോ കഴിക്കാൻ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇനി കഴിക്കാൻ പോകുമ്പോൾ ഈ അങ്കിളിനും കൂടി വിളിക്കണം. നന്നായി നല്ല ആഹാരം കഴിച്ചിട്ട്. എന്താ മോലാളി സാമൂഹ്യ അകലം പാലിച്ചതാണോ? അപ്പൊ ഒരു പാട്ട് പാടാൻ കൊടുത്താലോ? അല്ലെങ്കിൽ ഒരു മിമിക്രി കാണിക്കാൻ കൊടുത്താലോ? ഇങ്ങനെ ഉണ്ടാവും. നല്ലൊരു പാട്ട് പാടട്ടെ. നല്ല ദോശ മറിച്ചിടും പോലെ നല്ലൊരു പാട്ട് പാട് അല്ലേ? എനിക്ക് കുറച്ച് മതി. ഞങ്ങൾക്കും കുറച്ച് മതി. ഞങ്ങൾക്കും ഇവിടുത്തെ പണി കുറച്ചേ അറിയാവൂ. കുറച്ച് പാടിയാൽ മതി. ഞാൻ പാലം പാലം പാടാവേ. പാടിക്കോ. പാലമോ റോഡോ എന്താന്ന് വെച്ചാൽ പാടിക്കോളൂ. നല്ല പാട്ടാണത്, എനിക്കറിയാം. പാലോ നല്ല നടപ്പാലം, അപ്പന്റെ കയ്യും പിടിച്ച് നടക്കണ കാലോ, പൊന്നോ എന്നൊരു വിളിയും കേട്ട്, പൊന്നോ എന്നൊരു വരാൻ കൊടുക്കാമെന്ന് കാസുമായിട്ട് പറഞ്ഞു. കൈ നിറയെ കാസുമായിട്ട്. സവാള വടയാണ് ഇഷ്ടമുള്ളത്. ഉഴുന്ന് വട എന്നല്ലേ പറയാൻ കൊടുത്തത്? ഞങ്ങളുടെ ഉഴുന്നുവട പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അതായത് ഞങ്ങളുടെ ഉഴുന്നുവട എന്ന് വെച്ചാൽ നല്ല മുറുമുറുത്ത, നല്ല ഗുണമുള്ള, നല്ല രുചിയുള്ള, പക്ഷെ കഴിക്കാൻ കൊടുക്കില്ല.
അതിന്റെ അകത്തൊരു എലി സത്ത് കിടന്നു, അതിനെടുത്ത് കളഞ്ഞിട്ടുണ്ട്, കുഴപ്പമില്ല. എളി സത്ത് കൊടുത്താൽ അതിന്റെ കാശ് കൂടി വാങ്ങാനുള്ള മുതലാളി. ശരിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്? അയ്യോ, അത് മുതലാളി ഒരു തമാശ പറഞ്ഞതാ, നമുക്കത് കേട്ടത് മനസ്സിലായില്ല. കൊടുത്തില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഇടയ്ക്ക് ഇങ്ങനെ തമാശയൊക്കെ അടിക്കും. നല്ല ഉറുന്നുവിടയാണ്. ഹലോ ദിയ. ഹലോ ആ ദിയ, ഒരു പാട്ട് പാടാൻ കൊടുക്കാമോ? ഒരു പാട്ട് പാടി കൊടുക്കാമോ? മുതലാളിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. പെട്ടെന്ന് പാടാൻ കൊടുക്കും. പാടാൻ കൊടുത്തോളൂ. എന്താണ് മാറ്റി നോക്കുന്നത്? പെട്ടെന്ന് പാടിക്കോളൂ. റെഡി 1 2 3. മ്യൂസിക് ഒന്നും വേണ്ട കേട്ടോ. മ്യൂസിക് വേണ്ട, വേണ്ട. ഏതെങ്കിലും ഒരു തമിഴ്, പഞ്ചാബി, ഹിന്ദി, ചൈനീസ് പാട്ട് പാടിയാൽ മതി. ഇത്രയും പാട്ടുകൾ മലയാളത്തിൽ ഉണ്ടായിട്ട് ഏത് പാടും? പോരട്ടെ. ഹൗസ് വൈഫാണ്. അപ്പൊ നമ്മളുടെ പ്രോഗ്രാം കാണാറുണ്ടോ? ആദ്യമായിട്ട് കണ്ടപ്പോ തന്നെ ആദ്യമായിട്ട് വിളിച്ചു അല്ലേ? അപ്പൊ കിട്ടുകയും ചെയ്തു. ആദ്യമായിട്ട് വിളിച്ചുകൊണ്ട് ഈ കടയിൽ നിന്ന് നല്ലൊരു ദോശ ഉണ്ടാക്കി തരുമെന്ന് പ്രതീക്ഷിക്കണ്ട. അല്ലെങ്കിൽ ഉഴുന്ന് വര കൊടുത്താലോ? അപ്പുറത്തെ കടയിൽ നിന്ന് ആർക്കും. അല്ല, മറ്റേ എലി സത്ത് കിടന്ന് ഉഴുന്ന് വടയാണ്. ഞങ്ങൾക്ക് നിങ്ങളുടെ ദോശ വേണ്ട. എന്നാ ഉഴുന്ന് വട തരാം. എലി സത്ത് കിടന്നതാണ്, കുഴപ്പമില്ല. എലിയെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ കൊടുക്കാനാണെങ്കിൽ ഞങ്ങൾ എന്തിനാണ് ആളാണ് പറഞ്ഞത് കേട്ടില്ല. അതായിക്കോട്ടെ. എന്നാലും കൃഷ്ണ വിലാസ് ടീച്ചർ, ഞങ്ങൾ നല്ല കടയാണ്, 5 സ്റ്റാർ ആണത്. നമ്മളുടെ കട കണ്ണ് നോക്കരുത്. അകത്ത് നല്ല ഉരുണ്ട വല്ല ദോശ. പഴമയിലേക്ക് തിരിച്ചു പോണമെന്നല്ലേ? ആ, പഴമയിൽ തിരിച്ചു പോയോണ്ട് എനിക്ക് ശമ്പളമില്ല. 20 രൂപ ശമ്പളം. പഴമ ഭയങ്കര പഴമയാണ് മലയാളി. നല്ല പഴമയാണ്. കണ്ടില്ല, ഹോട്ടൽ എന്ത് ഭംഗിയാണ്. ഹെറിറ്റേജ് ഹോട്ടൽ പോളയില്ലേ? ഭയങ്കര ഹെറിറ്റേജ് ഉണ്ട്. മഴ വന്നു കഴിഞ്ഞാൽ കൊട പിടിക്കണ്ട. ഹെറിറ്റേജ് ആണ്. ഒരു കളം വെച്ചാൽ മതി, കലത്തിന്റെ മുഖത്ത് മുഴുവൻ വെള്ളം വരും. പ്രകൃതിയുടെ പ്രകൃതിയുടെ വികൃതി എന്ന് പറയും മലയാളി. മുതലാളിനെയും തൊഴിലാളിനെയും കേട്ടില്ല, ബാക്കി കട്ടായി പോയി. പറഞ്ഞോളൂ. തൊഴിലാളിയും മുതലാളിയും അതെങ്ങനെ സംഭാഷണം കൊടുക്കാം? ഞങ്ങൾക്ക് തൊഴിലാളിയല്ലേ, എങ്ങനെ സംഭാഷണം ചെയ്യാൻ തീർക്കും? നേരം ഉണ്ടാതിരിക്കില്ല, എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും വളവളാന്ന്. എന്റെ നെട്ടികൾ എന്താണെന്ന് അറിയാമോ കുട്ടിക്ക്? കുട്ടിക്ക് മനസ്സിലായോ നെട്ടികൾ എന്താണെന്ന്?
മനസ്സിലായില്ലേ? നമ്മൾ പറഞ്ഞു തരാൻ വേണം. കൃഷ്ണ തുളസി എന്നെ കണ്ടപ്പോൾ കൃഷ്ണനായിട്ട് തോന്നിയല്ലേ? തോന്നി. അപ്പൊ കൃഷ്ണനെ മനസ്സിൽ വന്നു. കുട്ടിക്ക് അപ്പോൾ തന്നെ മനസ്സിലായി ഞാൻ ഉടക്കുള്ള ഇപ്പോൾ കൃഷ്ണനാണെന്ന്. അപ്പൊ പ്രൈസ് കിട്ടുമല്ലോ എന്നറിയാൻ അവസാനം വരെ കാണുക. വിളിച്ചതിൽ വളരെ വളരെ സന്തോഷം. കട്ടായിട്ട് രണ്ടാമതും വിളിച്ചു അല്ലെ? അതിൽ നമുക്ക് സന്തോഷം. അപ്പൊ അടുത്ത ആഴ്ച ദിയ നമ്മുടെ വെളിച്ചം വിളിക്കണം. സോറി മലയാളി ഇടക്കിടക്ക് മലയാളി ഭാഷ മാറിപ്പോണ എനിക്ക്. നിങ്ങൾക്ക് മാറുന്നുള്ളൂ, നിങ്ങൾക്ക് അത് അറിയില്ലല്ലോ. ഹലോ ഹലോ, ആരാ വിളിക്കാൻ കൊടുക്കുന്നത്? പേര് പറയൂ. അമൃത. എവിടെ നിന്നാണ് വിളിക്കാൻ കൊടുക്കുന്നത്? എന്താണ് ചെയ്യാൻ കൊടുക്കുന്നത്? അപ്പൊ ആദ്യമായിട്ടാണ് വിളിക്കുന്നത്? അച്ഛനും അമ്മയൊക്കെ വിളിക്കാൻ കൊടുക്കാറുണ്ട്. വളരെ സന്തോഷം. അച്ഛനും അമ്മയും പറഞ്ഞിട്ട് നമ്മളെ വിളിച്ചല്ലോ. അവർ പറഞ്ഞിട്ട് വിളിച്ചതാണോ പ്രോഗ്രാം കണ്ട് ഇഷ്ടപ്പെട്ട് വിളിച്ചതാണോ? ഇഷ്ടപ്പെട്ടിട്ട് വിളിക്കാൻ കൊടുത്തതാണ്. നിങ്ങൾക്ക് സത്യം മനസ്സിലാവുന്നുണ്ട്. പ്രോഗ്രാം ഇഷ്ടപ്പെട്ട് കണ്ട് വിളിച്ചതാണ് അല്ല മലയാളി? അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ നമ്മുടെ ഹോട്ടലിനെ കുറിച്ച് എന്താണ് അഭിപ്രായം പറയാനുള്ളത്? പറഞ്ഞോളൂ. നന്നായിട്ടുണ്ട്. നമുക്കറിയാം ഇഷ്ടപ്പെട്ട ആഹാരം പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കി തരാൻ ശ്രമിക്കാതിരിക്കാം. അടുത്ത ഹോട്ടലിൽ മേടിച്ച് തരാൻ കൊടുക്കാം. നെയ്റോസ്റ്റ് ആണ് എല്ലാവർക്കും ഇഷ്ടം. നെയ്റോസ്റ്റ് ഉണ്ടാവണ എങ്ങനെയാ ഉണ്ടാക്കുന്ന അറിയാമോ? അല്ല അല്ല, അത് ചേച്ചിയുടെ കയ്യിലുള്ള പ്രിപ്പറേഷൻ പോലെ എനിക്ക് അതുപോലെ ചെയ്യാനായിരുന്നു. കുറച്ച് ചിക്കൻ ബിരിയാണി അല്ലേ ഇടണം? വേണമെങ്കിൽ കൊച്ചു പിന്നെ ബീഫ് ബിരിയാണി ഇടണോ? പിന്നെ അതിന് കുറച്ച് പരിപ്പുവട, ഉൾബട, സവാൾബട കൂടി ഇടണം അല്ലേ? ഭംഗിക്ക് ഇടുമ്പോ ഇതിന് ഈ ആഹാരത്തിന് എന്ത് പേര് പറയും? നെയ്റോസ്റ്റ് മസാല എന്ന് പറയാൻ കൊടുത്താൽ അല്ല, എന്ത് പേര്? ഇതിനൊരു പേരും കൂടി പറയും. പ്ലസ് ഇനിയും പോരട്ടെ, പ്ലസ് പോരട്ടെ. 2020 എല്ലാ ആഴ്ചയും നിങ്ങൾ ജുറാസിക് ഓഫീസ് കാണണം. നല്ല കൗണ്ടർ മുതലാളിക്ക് വേണം. കുട്ടി കോൾ കൊടുക്ക്. നമ്മളെയാണ് ഇഷ്ടം, നെയ്റോസ്റ്റ് ആണോ ഇഷ്ടം? എന്തായാലും നെയ്റോസ്റ്റ് ആക്കൂല. നമ്മളെയാണ് ഇഷ്ടം, അതുകൊണ്ട് കുട്ടിക്ക് കോൾ കൊടുത്തോ? 1 വയസ്സായ കുട്ടിക്ക് എങ്ങനെയാണോ ഫോൺ കൊടുക്കുന്നത്? എന്നാലും കോൾ കൊടുക്കാളോ? എന്നെ കാണുമ്പോൾ കുട്ടിക്ക് സന്തോഷമാവും. വേണ്ട, കൊച്ചിക്ക് അറിയാൻ കൊടുക്കും. പിന്നെ എന്റെ സൗന്ദര്യമുള്ള മസാല ദോശ പോലുള്ള മുഖം കാണുമ്പോൾ കുട്ടിക്ക് സന്തോഷമാവും. കൊച്ചു ഒച്ച ഉണ്ടാക്കുന്നുണ്ട്. ശബ്ദം കേട്ട് എന്റെ ശബ്ദം കേട്ട് കൊച്ചൊക്കെ അറിഞ്ഞു. സോറി ചേച്ചി. എന്താണ് ഒരു ചോദ്യം കൊടുത്താലോ? എങ്കിൽ കേട്ടോളൂ. പ്രിയങ്കരി എന്നത് ഏതിന്റെ കാർഷിക വിളയാണ്? പ്രിയങ്ക എന്നത് ഏതിന്റെ കാർഷിക വിളയാണ്? നമ്മുടെ ഒരു പച്ചക്കറിയാണ്, അതിന്റെ ഒരു വേറെ പേരാണ് പ്രിയങ്ക എന്നത്. അമ്മയുടെ കുഞ്ഞമ്മയുടെ പേരിന് പ്രിയങ്ക. അത് ഭാർഗവി എന്നാണ് പറയാൻ കൊടുക്കൂ. ക്യാമറമാൻ രാമൻ അറിയാർക്കും. ഭയങ്കര ബുദ്ധിയാണ്. ഇഞ്ചക്ഷൻ കുത്താൻ പോയ ആളാണ്. കൊതുക് കുത്താൻ പോണ പോലെ ഇഞ്ചക്ഷൻ കുത്താൻ പോകുന്നത്. എനിക്ക് പാവലിന്റെ ആണ്. പാവൽദേവൻ അല്ല, പാവക്കയുടെ പാവക്ക. ചേച്ചി കേട്ടായിരുന്നോ പാവക്ക? ഈ ചോദ്യം എപ്പോഴും ഓർത്ത് വെച്ചിട്ട് അപ്പുറത്തെ വീട്ടിലൊക്കെ പോയി പറഞ്ഞ് ഷൈൻ ചെയ്യണം കേട്ടോ. അപ്പൊ ചോദിച്ചാൽ
വളരെ നന്നായി പാടാൻ കൊടുത്തു. വളരെ നന്നായി. ഞങ്ങളുടെ ലാസ്റ്റ് കോളറായ നിങ്ങൾ നന്നായി പാടാൻ കൊടുത്തു. നന്നായി പാടാൻ കൊടുത്തു അല്ലേ? അപ്പൊ അടുത്ത ആഴ്ച നിങ്ങൾ വിളിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പൊ വിളിച്ചതിൽ വളരെ വളരെ സന്തോഷം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കോളറുടെ എല്ലാ ഇതും കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത സമ്മാനദാനമാണ്. ഒരു സമ്മാനം അങ്ങോട്ട് എടുത്തോളൂ. സമ്മാനദാനമല്ലേ? എന്നിട്ട് ആ പേരങ്ങോട്ട് വായിക്കാൻ കൊടുക്കും. പേര് കൊടുക്കാം. വായിച്ചോളൂ പേര്. ആരാണ് ഭാഗ്യവാൻ? ആൻഡ്രിയ ഉദയംപേരൂർ. ആൻഡ്രിയ ഉദയംപേരൂരിനാണ് സമ്മാനം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ മൊബൈൽ നമ്പർ. അപ്പോൾ ആൻഡ്രിയ ഉദയംപേരൂർ എന്താണ് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ പറഞ്ഞു തരാം. സെറ്റ് ടോപ്പ് ബോക്സിന് താഴെയുള്ള സീരിയൽ നമ്പറിൻ്റെ ഒരു ഫോട്ടോ എടുക്കുക. നിങ്ങളുടെ പേര്, ഫോൺ നമ്പർ, സ്ഥലം എന്നിവ വച്ചിട്ട് വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. വാട്സാപ്പ് നമ്പർ ഇതാണ് 9400960802. ഒരു പ്രാവശ്യം കൂടി പറയാം, 9400960802. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കാൻ കൊടുക്കുന്നു. അടുത്ത ആഴ്ച നമ്മൾ വീണ്ടും പറയും. അന്ന് എല്ലാവരും വിളിക്കണം. അപ്പോൾ ഇന്ന് വിളിച്ച എല്ലാവർക്കും നമ്മുടെ വക നന്ദി, നമസ്കാരം സാറേ. എല്ലാ ഞായറാഴ്ചകളിലും 6:30 മുതൽ 7:30 വരെ കാണാൻ മറക്കരുത്, വിളിക്കാൻ.